പ്രവാസികൾക്ക് മലയാളം ഒരു ഭാഷ മാത്രമല്ല, അവൻ്റെ സ്വത്വം തന്നെയാണ്, അസ്തിത്വം തന്നെയാണ്. അത് നാട് വിട്ട് എത്ര അകലെയാണെങ്കിലും മലയാളത്തിനൊപ്പം ആ നാടിൻ്റെ ജീവശ്വാസം ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകും. ഒരിക്കലും വേരറ്റു പോകാതെ മലയാളികൾക്കൊപ്പം പ്രവാസികളുടെ മനസ്സിൽ മലയാളം നിറയ്ക്കുന്ന ഒരു അധ്യാപകനുണ്ടായിരുന്നു UAE-യിൽ. പലയിടത്തും നമ്മൾ കാണുന്ന ഒരു അധ്യാപകൻ മുരളി മംഗലത്ത്. കഴിഞ്ഞ 40 വർഷത്തോളമായി UAE-യിലെ കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ മലയാളം പറഞ്ഞും പഠിപ്പിച്ചും കൂടെ നടന്ന മുരളി മാഷ് ഇപ്പോൾ ഇനി നാട്ടിലേക്ക് മടങ്ങുകയാണ്. മുരളി മാഷ് നമ്മളോടൊപ്പം ചേരുന്നു. മാഷ്, വളരെയധികം സന്തോഷം. നമസ്കാരം. ഈ കഴിഞ്ഞ 1987-ലാണ് ഇവിടെ വരുന്നത് അല്ലേ? 87-ലാണ്. ഇത്രയും കാലം നമുക്കൊപ്പം നിന്ന് ഇപ്പോൾ തിരിച്ചു പോവുകയാണ്. അതൊരു വിഷമമാണ്. കാരണം ഇത്രയും നാള് നാട്ടിൽ പോലും നിന്നിട്ടുണ്ടാവില്ല. എൻ്റെ വയസ്സിൻ്റെ ഒരു കണക്കെടുത്താൽ 40 വർഷം ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എനിക്ക് 25 വർഷമേ കിട്ടിയിട്ടുള്ളൂ. ശരിയല്ലേ? 40ഉം 25ഉം 65ആയി എനിക്ക്. അപ്പോൾ ഇപ്പോൾ 40 years ഇവിടെ എന്ന് പറഞ്ഞാൽ 25 വർഷമേ ഞാൻ എൻ്റെ നാട്ടിൽ ജീവിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നാടാണ് എൻ്റെ നാട്. പക്ഷേ എൻ്റെ പെറ്റ നാട് എനിക്ക് ഒഴിവാക്കാനും പറ്റില്ല. സ്വാഭാവികമായിട്ടും തിരിച്ചു പോവുക എന്നുള്ളത് എല്ലാവരുടെയും നിയോഗമാണ്. ശരി, ആ നിയോഗത്തെ നമ്മൾ സ്വീകരിക്കാതെ രക്ഷയില്ല. നമ്മൾ ഈ തിരിച്ചു പോകുന്നതിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് ഇങ്ങോട്ടുള്ള വരവ് എങ്ങനെയായിരുന്നു? നാട്ടിൽ കുറച്ച് നാൾ ഈ പാരലൽ കോളേജൊക്കെ പഠിപ്പിച്ച് നടന്നു. പക്ഷേ വീട്ടുകാർക്ക് അപ്പോൾ തോന്നി ഇതിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നല്ലതല്ല. കാരണം എനിക്ക് മുമ്പ് തന്നെ ചേട്ടനും അനിയനും വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഇനി എന്തായാലും ഗൾഫിൽ പോയിട്ട് ഒന്ന് പരീക്ഷിക്കാം, നീ പോ എന്ന് വീട്ടിൽ നിന്നുള്ള നിർബന്ധമാണ് യഥാർത്ഥത്തിൽ ഇവിടെ എത്തിച്ചത്. അല്ല, സാധാരണ വലിയൊരു ശതമാനം ആളുകളും പ്രവാസിയാകുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല പലപ്പോഴും. അല്ല, അത് ശരിയാണ്. കാരണം ആയിപ്പോകുന്നതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു പ്രശ്നം, അവിടെ മലയാളം ഉണ്ട്, എനിക്ക് മലയാളം പഠിപ്പിക്കാൻ പറ്റും, അതിൻ്റെ സാധ്യതകൾ കിട്ടും എന്നുള്ള. കാരണം മറ്റൊരു ജോലി എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. ഇത്രയും വർഷം സ്കൂൾ കുട്ടികളെ പഠിപ്പിച്ച് സ്കൂൾ കുട്ടികൾക്കൊപ്പം ജീവിച്ചു. എങ്ങനെയായിരുന്നു ഇവിടെ വന്നിട്ടുള്ള ഒരു തുടക്കം? ഏത് സ്കൂളിലായിരുന്നു ആദ്യം? ഞാൻ തുടങ്ങുന്നത് ദുബായിലെ ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂളിലാണ്. അവിടെ നിന്ന് 28 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. 28 വർഷം അവിടെ ഉണ്ടായി എന്ന് മാത്രമല്ല, അവസാനത്തെ 10 വർഷം ഞാൻ അവിടെ HOD-യുമായിരുന്നു. ശരി, കുട്ടികളാണെന്നറിയുള്ള ഒരു വലിയ സ്കൂളാണത്. ഇവിടുത്തെ പഴയ സ്കൂളുകളിൽ ഒരെണ്ണമാണ്. അപ്പോൾ ആ ഒരു ലോകം എന്ന് പറയുന്നത് വളരെ വലിയൊരു ലോകമായിരുന്നു ശരിക്കും. മാത്രവുമല്ല, കേരള ബോർഡ് ഉള്ളത് കൊണ്ട് 12ാം ക്ലാസ് വരെ മലയാളമുണ്ട്. അടുത്ത സ്കൂള് അജ്മാനിലെ അല്ലമീർ സ്കൂളാണ്. അവിടെ CBSE സ്കൂളാണ്. ഞാനവിടെ 2015-ലാണ് ജോയിൻ ചെയ്യുന്നത്. വീട്ടിലൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വീടിൻ്റെ പല പ്രശ്നങ്ങളിൽ നിന്നാണ് അവർ നിൽക്കുന്നത്. മാത്രമല്ല, പഠിക്കുക എന്നുള്ള വലിയ ഫോഴ്സാണ് അവിടെ വരുന്നത്. പക്ഷെ നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ നമ്മളവരെ നമ്മളോട് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മളെ വിടാൻ പറ്റില്ല. പ്രവാസ ലോകത്തെ സാംസ്കാരിക സദസ്സ് എങ്ങനെയാണ്? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, നമ്മുടെ നാട്ടിലേക്കാൾ വളരെ ഗൗരവത്തോടു കൂടിയിട്ട് കാര്യങ്ങളെ കാണുന്ന ഒരു സമൂഹമാണ് പ്രവാസ ലോകത്ത്. നാട്ടിലുള്ളൊരു പ്രശ്നം അതൊരു നമ്മൾ പറയില്ലേ, പലപ്പോഴും വഴിപാടായി പോകുന്നൊരു രീതിയാണ് ഞാൻ നാട്ടിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ വരുമ്പോൾ അതല്ല. ഇവിടെ ഏത് രാഷ്ട്രീയം ആയിക്കോട്ടെ, സാഹിത്യമായിക്കോട്ടെ, മതപരമായ കാര്യങ്ങളായിക്കോട്ടെ, സാമൂഹിക വിഷയങ്ങളായിക്കോട്ടെ, കാരുണ്യപരം. കാരണം ഇവിടുത്തെ സംഘടനകളുടെ പലപ്പോഴും പലതരത്തിലുള്ള മുഖങ്ങളുണ്ട്. ഇവിടെയൊക്കെ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ എനിക്ക് അങ്ങനെ ജാതിയെന്നോ മതമെന്നോ രാഷ്ട്രീയമോ ഒന്നും എനിക്ക് പ്രശ്നമില്ല. അധ്യാപനത്തിലേക്ക് വരുന്നതിന് മുൻപ് കുടുംബത്തെക്കുറിച്ച് കൂടി, നാട്, വീട്. അല്ല, എൻ്റെ നാട് എന്ന് പറയുന്നത് വലപ്പാടാണ്. കുഞ്ഞുണ്ണി മാഷുടെ നാടാണ്. കുഞ്ഞുണ്ണി മാഷുടെ വീടിൻ്റെയൊക്കെ വളരെ അടുത്താണ് എൻ്റെ വീട്. ലൈല മജ്നു അടക്കം നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള എഴുത്തുകാരൻ കൂടിയാണ് മുരളി മംഗലത്ത്. ആദ്യ പുസ്തകത്തിന്, ആദ്യാക്ഷരത്തിന് അവതാരിക എഴുതിയതാകട്ടെ MN കാരശ്ശേരി മാഷാണ്. എഴുത്ത് എങ്ങനെയാണ്? എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടത് കവിതയാണ്. രണ്ടാമത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് വിവർത്തനങ്ങളാണ്. വിവർത്തനം ഞാൻ ആദ്യം ചെയ്തത് ജലത്തിന് പറയാനുള്ളത് എന്നൊരു പുസ്തകമാണ്. സാറാ ജോസഫിനെ പോലെയുള്ള എഴുത്തുകാർ അവരുടെ പുസ്തകത്തിൽ ആദ്യം എന്നുള്ള നോവലിൽ ഒരു ഭാഗം അങ്ങനെ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് എൻ്റെ പുസ്തകത്തിൽ. അതിൽ നന്ദി കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ലൈല മജ്നു വരുന്നത്. ലൈല മജ്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കുമാരനാശാൻ്റെ ലീലയ്ക്ക് അടിസ്ഥാനം ലൈല മജ്നു ആണ്. കവിതകൾ ഞാൻ പറഞ്ഞു, ആദ്യ പുസ്തകം ആദ്യാക്ഷരമാണ്. കവിതയാണ് എനിക്കിഷ്ടം. പ്രണയമാണ് അതിൽ വിഷയം. രണ്ടാമത്തെ പുസ്തകം പ്രണയമൊഴികൾ എന്നാണ്. പിന്നെയാണ് അല്ലാത്തതും കുറച്ച് എഴുതിയിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ
2 പുസ്തകം ആദ്യം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ 3ാമത്തെ പുസ്തകം അമ്മുവിൻ്റെ ലോകം എന്ന് പറഞ്ഞിട്ട് പുതിയത് വരാൻ പോവുകയാണ്. അതോടൊപ്പം എൻ്റെ പുസ്തകങ്ങളിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യം, നോമ്പ് കാലത്ത് ഞാൻ എഴുതുന്ന കവിതകൾ ആദ്യം ഒരു കളക്ഷൻ ഇറക്കി, KMCCയുടെ ഒരു കൂടി സഹായത്തോടുകൂടി അത് ചെയ്തത്. പുതിയൊരു പുസ്തകം വരുന്നത് സുഹൃതക്കടൽ എന്ന പേരിൽ ഏകദേശം 120 നോമ്പിനെ കുറിച്ച് മാത്രമുള്ള, ഖുറാനെക്കുറിച്ച് നബിയെക്കുറിച്ചൊക്കെയുള്ള ഒരു പുസ്തകം വരാൻ പോകുന്നുണ്ട്. 40 വർഷത്തോളം നമ്മളിവിടെ ചെലവഴിച്ചു പോകുമ്പോൾ സ്വാഭാവികമായും മനസ്സിൽ കുറേ ശേഷിപ്പുകളുണ്ടാകും. ഇവിടെ ഞാൻ പ്രസംഗിക്കാനൊക്കെ പോകുന്ന സമയത്ത് കഫ്റ്റീരിയയിൽ വർക്ക് ചെയ്യുന്നവരും ലേബർ ചെയ്യുന്നവരൊക്കെ ആൾക്കാരുടെ മീറ്റിങ്ങൊക്കെ ചിലപ്പോൾ വയ്ക്കുക രാത്രി 10:30-ക്ക് ശേഷം. പക്ഷേ അവർ നമ്മുടെ വർത്തമാനം കേൾക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്, നമ്മൾ ഓരോ വാക്ക് പറയുമ്പോഴും അതിൽ ലയിച്ചിരിക്കുന്നതൊക്കെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം നമ്മൾ വലിയൊരു സദസ്സിൽ അല്ലെങ്കിൽ വലിയ ബുദ്ധിജീവികളുടെ സദസ്സിനേക്കാൾ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള സദസ്സുകളാണ്. കാരണം ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള എന്താ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലുത്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. നമ്മുടെ നാട്ടിൽ നിന്ന് മാറി ഇവിടെ കുട്ടികളെ മലയാളം പഠിപ്പിച്ച് ആ കുട്ടികൾ പുറത്തേക്ക് പോകുന്നു. ഇപ്പോൾ വളരെ മുതിർന്ന ആളുകൾ വരെ ആയിട്ടുള്ളവരുണ്ട്. അവരുടെ ഒരു സ്നേഹം എങ്ങനെയായിരുന്നു മലയാള ക്ലാസ്സുകളിലും? ബാക്കി സബ്ജക്ട്സൊക്കെ പഠിച്ച് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന, ഞാൻ നേരത്തെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞു, സ്വാതന്ത്ര്യത്തിൻ്റേതായ ഒരു ലോകം നമ്മൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ, സ്നേഹത്തിൻ്റേതായ ഒരു വഴിയിലൂടെ അവരിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പം അവർ ചേരും. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ മാധവിക്കുട്ടിയുടെ നെയ്പായസമൊക്കെ എടുക്കുന്ന സമയത്ത് എൻ്റെ ഒപ്പം അവരും ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കഥ, ആ കരച്ചിലിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അവർക്ക് കൊടുത്തു നോക്കിയാൽ നിങ്ങളത് അവരിരുന്നത് ശരിക്കും ആസ്വദിക്കും. ഭാഷയിലൂടെയാണ് നമ്മൾ ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് കടക്കുന്നത്. ജീവൻ്റെ ജീവനാണ് ഭാഷ. കാരണം നമ്മൾ ഉച്ചരിക്കുന്നത്, നമ്മൾ ശ്വസിക്കാൻ ഉച്ചരിക്കുന്ന അതേ അവയവങ്ങൾ വെച്ചുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഭാഷയെക്കുറിച്ച് പറയുന്ന ഒരു സെൻറ്റൻസാണ്, ജീവൻ്റെ ജീവനാണ് ഭാഷ എന്ന് പറഞ്ഞാൽ, ജീവൻ്റെ ജീവനായ ഭാഷയെ നിങ്ങൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു നോക്കിയാൽ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും? അതിനെ സ്വന്തമാക്കും. ഏതായാലും 40 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. വലിയ സന്തോഷം. ഇത്രയധികം ആളുകളിലേക്ക് മലയാളം എത്തിക്കാൻ വേണ്ടി പ്രയത്നിച്ച ഈ 4 പതിറ്റാണ്ട്, ആ 4 പതിറ്റാണ്ടും ഇവിടെയുള്ള മലയാളികളും മാഷിനോട് കടപ്പെട്ടിരിക്കും. സുരേഷ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്. തീർച്ചയായിട്ടും മാതൃഭൂമി ഈ ഒരു അവസരം എനിക്ക് തന്നതിൽ, കാരണം ഞാൻ സംസാരിക്കുന്നത് എന്നെക്കുറിച്ച് മാത്രമല്ല മലയാളത്തെക്കുറിച്ചും കൂടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടുന്നൊരവസരം അത് മലയാളത്തിനുള്ളൊരവസരം കൂടിയാണ്. വളരെയധികം നന്ദി.